ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടാവും. കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊന്നും എന്നോട് പറഞ്ഞതല്ല. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഫസീഹൽ ലിസാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത്. എന്നാൽ സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ, അതായത് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം. പക്ഷെ അവരുടെ സംസാരത്തിൽ അത്തരമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കാം. അല്ല, എനിക്കത് വേണം, എനിക്കിത് കുഴിമന്തിയേ പറ്റുള്ളൂ എന്ന് പറയണ്ട. ശക്തമായ മുന്നറിയിപ്പ് ഉചിതമായ സമയത്ത് തന്നെ അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. ചില വിമർശനങ്ങളുണ്ട്, സമയത്തിന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. സമയം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. മറുപടി അറിയാൻ നമുക്ക് പറ്റില്ല, പാർട്ടിക്ക് ഇപ്പോൾ അതിനൊന്നും സമയമില്ല. ഫസീഹൽ ലിസാൻ പിന്നെ ഇപ്പോൾ ഈ തലയിരിക്കുമ്പോൾ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാറുണ്ട്. പട്ടിക്കാട് ജാമ്യയുടെ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. അവിടെയുള്ള യുവ നേതാക്കളെ വെട്ടി എന്ന് പറഞ്ഞൊരു ആരോപണം സംസ്ഥാന വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് പ്രഭാഷകരായിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും ഇത്തവണ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ കേട്ടില്ല. ഞങ്ങളെ പ്രസിഡന്റായിട്ടുള്ള സാധനല്ലേ. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ വ്യക്തമാണ്. സലാം സാഹിബ് ആരെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറഞ്ഞതല്ല. പാർട്ടിയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതാണ് എടുക്കേണ്ടത്. അത് പറഞ്ഞ ആൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ലീഗ് ഒരിക്കലും ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ആവശ്യമില്ല എന്നുള്ളതാണ്. മീറ്റിങ്ങിൽ ആരിരിക്കേണ്ട എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുള്ളൂ. ഫസീഹൽ ലിസാൻ ക്രിസ്മസ് വിഭാവനം ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. യേശുക്രിസ്തു ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം. മറിയം ബീവിയെയും ഉണ്ണി യേശുവിനെയൊക്കെ ഓർമ്മിക്കുന്ന ക്രിസ്മസ് അത് എല്ലാ ജനങ്ങളുടെയും ഒരു ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ പോയി നോക്കിയാൽ അവിടെ ക്രിസ്മസിന് വലിയ ആഘോഷമാണ്. കേരളത്തിലും ക്രിസ്മസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് കേക്ക് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് നല്ല ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്നു. ആ രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണല്ലോ. അപ്പോൾ അത് സ്ത്രീകളെ നമുക്ക് അധികാരത്തിൽ നിന്നോ പൊതുവേദിയിൽ നിന്നോ മാറ്റി നിർത്താൻ പറ്റില്ല. ലീഗ് ആ രീതിയിൽ തന്നെ ആണ് ചിന്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായും ഉള്ള ലീഗിൻ്റെ ബന്ധം എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഇനിയിപ്പോൾ അടുത്ത കാലത്തായിട്ട് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിമുമായിട്ട് യോജിക്കുന്ന, അതായത് ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ നൽകാൻ അവർ തയ്യാറാകുന്നുണ്ട്. അവരെ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതിന് മറുപടി പറയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്.